മഞ്ഞമ്മ ആ ബോർഡെല്ലാം കൊണ്ടുവന്ന് വെച്ച് കെട്ടി കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞു, തലേക്കയപ്പ് പ്രാർത്ഥനയ്ക്ക് ഒന്ന് കുമ്പസാരിച്ചിറങ്ങി ചെല്ലണം, ആരാധനയുടെ സമയത്ത് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ്, അച്ഛനാണ് അവിടെ നിൽക്കണം, മാഞ്ഞാക്കരച്ചനുണ്ട്. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ് കൺവെൻഷനും മാഞ്ഞമ്മ കൺവെൻഷൻ പറയണം, മരിയൻ കൺവെൻഷൻ ഏതാനും വ്യക്തികളെ പ്രേക്ഷിതരായിട്ട് തെരഞ്ഞെടുക്കുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, ഈ 10-60 പേരെ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തില്ലല്ലോ. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, ഒരു 60 പേരുടെ മേൽ കർത്താവ് പ്രേക്ഷിത വിളി നടക്കുന്നുണ്ട്, അവർ മഞ്ഞ് പോലെ ഉരുകുന്നുണ്ട്, തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ട്. ആദ്യത്തെ അനുഭവമല്ലേ. ഞാൻ നോക്കുമ്പോൾ എന്നെ പറ്റുന്ന രാജുവും ജോണും ഇവരെല്ലാം മഞ്ഞ് പോലെ നിൽക്കുന്നു. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, കർത്താവേ എന്താണ് എന്നെ വേണ്ടതെന്ന് പറഞ്ഞ് പൊട്ടി ഒരു നിലവിളി. പെട്ടെന്ന് വെച്ചാൽ പ്രൈസ് ലോർഡ് ഒന്ന് സ്തുതിച്ചേ, ഏതാനും വ്യക്തികളെ കൂടെ കർത്താവ് ദേ വിളിക്കുന്നുണ്ട്, അവരിൽ അടയാളങ്ങളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ തലയിൽ ഒരു കൊട്ട് ഐസ് കൊണ്ടൊന്ന് ചൊരിയുന്ന പോലെ വരുമ്പോൾ ശരിക്കും അപ്പം എനിക്കൊരു പ്രേക്ഷിത വിളി കിട്ടി.